താരെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അവന്മാര് നിന്നോട് മാപ്പ് പറയും. മാപ്പ് പറഞ്ഞോണ്ട് മാത്രം തീരുന്ന പ്രശ്നമല്ല സാർ ഇത്. ഞാൻ പറയുന്നത് ആരും മാപ്പ് പറയാൻ പോന്നു. കേട്ടില്ലേ? ഇതോടെ സാറിന്റെ റോള് തീർന്നല്ലോ. ഇനിയൊക്കെ ഞാൻ ചെയ്തോളാം. മടി താരെ പോകരുത്. മുരളി മാറി നിൽക്ക്. ഇങ്ങനെ വെറിയിടാകല്ലേ, ഞങ്ങളൊക്കെ താരുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടൊരു കാര്യമില്ല മുരളി. പൊളിറ്റിക്കൽ സ്ട്രെങ്ത് വെച്ച് ആരെ ഇൻസൾട്ട് ചെയ്യാനുള്ള അഹങ്കാരവന്മാർക്ക്. ഇതെനിക്ക് വിട്ടെന്നെങ്കിൽ ഞാൻ ഡീൽ ചെയ്തോളാം. താര ഇവിടെ നിന്നേ. ഇല്ല ടീച്ചർ, ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. പ്രായത്തിന്റെ അറിവ് വെച്ച് പറയാ. നിസ്സാര പ്രശ്നങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നതാ നിങ്ങളുടെയൊക്കെ കുഴപ്പം. ഇതൊക്കെ വെറും തമാശകളല്ലേ. കുറച്ചു കഴിഞ്ഞ് കുട്ടിയും കുടുംബവും ഒക്കെ ആയി കഴിയുമ്പോ ഓർത്ത് ചിരിക്കാൻ തോന്നുന്ന വെറും തമാശകള്. ആ ഒരു സെൻസിലെടുത്താ നിങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ തീരും. ലക്ഷ്മി, பிரின்சிபல் அச்சு ஓகே. கெமிஸ்ட்ரி ஹெட் ஆஃப் தி டிபார்ட்மெண்ட். நான் எங்கிட்ட தான் இந்த ப்ராப்ளம் சால்வ் பண்ண சொல்லி வச்சிருக்கு. ஆஃப்டர் ஆல் யூ ஆர் எ லெக்சரர். நீ எதுக்காக இன்டர்ஃபியர் பண்ணணும்? who gave you the permission to do so? അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴേ ഈ പ്രശ്നമാണെന്ന് തോന്നുന്നതൊക്കെ പിന്നീട് ഓർത്ത് രസിക്കാനുള്ള കുട്ടിക്കളികൾ മാത്രമാണ്. ഇതൊക്കെ ആ സെൻസിലെടുത്താൽ മതി. ഇപ്പൊ തന്നെ ജീവിതകാലം മുഴുവൻ ഓർത്ത് രസിക്കാനുള്ള കുറെ തമാശകൾ ഇവന്മാർ എനിക്ക് തന്നിട്ടുണ്ട്. അതിനു പകരം ഞാനും എന്തെങ്കിലുമൊക്കെ തമാശകൾ ഇവർക്ക് കൊടുക്കണ്ടേ സാറേ? പ്ലീസ് മുരളി ഇതിൽ ഇടപെടണ്ട. ഞാൻ പറയണമെന്ന് കേക്ക്. സാറ് വെറുതെ അപ്സെറ്റ് ആവണ്ട. താരക്കല്ലെങ്കിലും കുറച്ച് മുൻകോപം കൂടാല. അത് ഞാനവളെ പറഞ്ഞ് മനസ്സിലായിക്കോളാം. വാടാ. സതീശനെ കുറിച്ച് നീ എന്തൊക്കെയാ പറഞ്ഞത്? അവൻ ഏഷണിക്കാരനാണ്, തൊഴുത്തിൽ കുത്തിയാണ്, കുളം കലക്കിയാണ്. ഒടുക്കം നിന്റെ വക്കാലത്ത് കൊണ്ടുപോകാൻ അവൻ തന്നെ വേണ്ടി വന്നു. ഏതവനെ അർദ്ധരാത്രിക്ക് ആരാ? നിനക്ക് എന്താ വേണം? ഭാസ്കരൻ കൊണ്ടു കരച്ചിലല്ലേ? ആണോ? അയാൾ കഴിഞ്ഞ തവണ ഇങ്ങനെയല്ലല്ലോ കരഞ്ഞത്. വ്യത്യാസം കാണും. ഇതേ സുഖൂന്റെ ഇടിയാ. ഒരു സുഖമില്ലാത്ത ഇടിയാടാ. What's going on here? Sorry. നിന്റെ അച്ഛനല്ലോ കരക്കാരുടെ അച്ഛനല്ലേ? അയാൾക്ക് ലോഹം എടുത്തിട്ടൂടെ? അച്ഛനെ തല്ലിയത് തല്ലിയല്ലേ? കൊള്ളാം, നിനക്ക് ധൈര്യമുണ്ട്. പോയടിച്ചു. ഒരാവശ്യമില്ലായിരുന്നു, പല്ലൊന്ന് പോയി. നല്ല ബെസ്റ്റ് ഓട്ടം. ഈ ഭാസ്കരൻ ആരാന്നാ പറഞ്ഞ? ഗുണ്ട. ഉണ്ട മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി തല്ലുണ്ടാക്കിയിട്ടുള്ളതല്ലേ? മുതലും പലിശയും ചേർത്ത് ആരാ തിരിച്ചു തന്നെന്ന് വല്ല പിടിയുണ്ടോ? ഇല്ല. ഇനി അത് ആരെങ്കിലും ചെയ്യിച്ചതോ മറ്റോ ആണോ എന്ന് വല്ല സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഇല്ല സർ. അതെവിടുത്തെ ന്യായമാണ്? നിങ്ങളുടെ മുറിയിലല്ലേ ഇവർ ആദ്യം കയറിയത്? ആൻഡ് ദർ ഈസ് നോ റിയാക്ഷൻ വിതൗട്ട് ആക്ഷൻ എന്നാണ് പിന്നെ ന്യൂട്ടൺ പറഞ്ഞിരിക്കുന്നത്. ആര് സംശയം ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞോ. അവർക്കെതിരെ ഡിസിപ്ലിൻ ആക്ഷൻ എടുക്കണം. സാറ് വെറുതെ കഷ്ടപ്പെടണമെന്നില്ല. സതീശനും താരയാണിത് ചെയ്യിച്ചതെന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഈ പറയുന്നതിന് തെളിവ് വല്ലതും ഉണ്ടോ? തെളിവുണ്ടാവില്ലല്ലോ. കാരണം ഒന്നിവിടുത്തെ MLA യുടെ മകളും
ഒന്ന് ഭാവിയിൽ MLA ആകും എന്ന് കരുതി സഭ വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടി നേതാവും. എന്തിനാ അച്ചോ അന്വേഷണം എന്ന പേരിൽ ഇങ്ങനെ ഒരു പ്രഹസനം? ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. നിങ്ങൾ വീണ്ടും ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാൻ പോവാണോ? കൊടുക്കൽ വാങ്ങലിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇത്തിരി കണിശക്കാരാണെന്ന് സാറിന് അറിയാലോ. മുതലും പലിശയും ചേർത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പലിശയും പലിശയുടെ പലിശയും ചേർത്ത് തിരിച്ചു കൊടുക്കാനും ഞങ്ങൾക്കറിയാം. വടാ സുഖം. അവര് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ അച്ചു? മീറ്റിംഗ് ഈസ് ഓവർ. പാമ്പുകൾക്ക് മാളമുണ്ട്, SFK-കാർക്ക് പരിക്കുമുണ്ട്, കാലുമാത്രം ഒഴിഞ്ഞിട്ടില്ല. അതെ, നിങ്ങളൊക്കെ ഇപ്പൊ കെമിസ്ട്രി മാറി മാത്സ് ആയോ? അല്ല, മുഖത്തൊക്കെ കൂട്ടിയും കുറച്ചിട്ടിരിക്കുന്നു. ഏതായാലും കണക്ക് കൂട്ടലുകൾ ഒന്നും തെറ്റിയിട്ടില്ല. പെമ്പിള്ളേരുടെ വോട്ട് കിട്ടാൻ വേണ്ടി വെറുതെ കെട്ടി വെച്ചിരിക്കുക. ഇത്തരം ചീപ്പ് നമ്പേഴ്സ് ഒന്നും ഇവിടെ ചെലവാവില്ലടോ. കാമദേവാ, പയസേ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇന്നലെ രാത്രി ഹോസ്റ്റലിൽ നടന്നൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? കാര്യങ്ങളൊക്കെ വേണു പറഞ്ഞു. ഞാനിപ്പോ തന്നെ കാണാം. എന്റെ പൊന്ന് റസിയ, തന്റെ മുഖം ഞങ്ങളൊന്ന് കണ്ടു എന്ന് വെച്ച് ഒരു അപകടം സംഭവിക്കാൻ പോകുന്നില്ല. ഇനി തന്നെ തള്ളിയിട്ടെന്ന് പറഞ്ഞു വേണം തന്റെ ആൾക്കാർ രാത്രി ഹോസ്റ്റലിൽ കയറി മേയാൻ. എന്തിനാ സുഖു താരയോടുള്ള ദേഷ്യം പാവം പെൻകുനോട് തീർക്കുന്നത്? ഇവളുമാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലടാ, ഒക്കെ ഒറ്റക്കെട്ടാ. ഇന്നലെ ഒരുപാട് തല്ലിയിട്ടായിരുന്നു. അതെ, എണ്ണാൻ പറ്റില്ല. ഇനിയും കിട്ടുമ്പോ എണ്ണീട്ട് പറയാം പോരെ? എന്റെ ബിന്ദു ബാലേന്ദ്ര, വെറുതെ അല്ല നിന്നെ എല്ലാരും BBC വിളിക്കുന്നത്. ഞാൻ വെറുതെ കുശലം ചോദിച്ചല്ലേ. നല്ല ബെസ്റ്റ് കുശലം. യുവന്മാരെ ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് ഞാനാ. വിശേഷം ഞാൻ പറഞ്ഞുതരാം. ഇടാ, അതെ, നിന്നെ നട്ടും ബോൾട്ട് കളിക്കി കിടക്കുക, ഒരു ദേഹളക്കല്ലേ. പോടാ.